കണ്ണൂർ പാറാട് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് തീയിട്ട സംഭവത്തിൽ 8 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഓഫീസിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീ വെച്ചെന്ന് FIR. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ലീഗിന്റെ ആക്രമണമുണ്ടായത്. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയം മുസ്ലിം ലീഗിനെ വല്ലാതെ ഉന്മാദത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ റിസൾട്ട് വന്നതിൻ്റെ അന്ന് തുടങ്ങിയതാണ് ഇവരുടെ ആക്രമണങ്ങൾ. ഇപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? ഷമി, തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഈ പാറാട് കുന്നോത്തുപറമ്പ് മേഖലയിലെല്ലാം വ്യാപകമായ അക്രമമാണ് മുസ്ലിം ലീഗ് അഴിച്ചുവിട്ടത്. പാറാട് CPIM പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ CPIMന്റെ സ്തൂപം തകർത്തിരുന്നു. അത്തരത്തിൽ നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടായിരുന്നു CPIMന്റെ പാറാട് ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് ലീഗ് പ്രവർത്തകർ തീയിട്ടത്. ഈ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ തീ കൊളുത്തുന്ന ആ സമയത്ത് ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പിന്നീട് പാർട്ടി പ്രവർത്തകർ അവിടെ നിന്നും കൊടിതോരണങ്ങൾ എടുക്കുന്നതിനായി മുറി തുറന്നപ്പോഴാണ് തീയിട്ടതും അകത്തുള്ള ഇതെല്ലാം കത്തി നശിച്ചതുമായും കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥലത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരായ ജാസിം എന്നിവർക്കും കണ്ടാൽ അറിയാവുന്ന 8 പേർക്കെതിരെയുമാണ് ഇപ്പോൾ ഈ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോഴും ഈ ലീഗ് അക്രമ സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ആരംഭിച്ച ഈ ഒരു സംഭവങ്ങൾ തുടർച്ചയായി ലീഗ് CPIMന്റെ ഓഫീസുകൾ പ്രവർത്തകർക്ക് നേരെ ആക്രമണം, പ്രവർത്തകർക്ക് നേരെ ആക്രമണം, സ്തൂപം തകർക്കുക തുടങ്ങിയ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഷമി.